അഗ്ലോണിമയുടെ ചെറിയ സീഡ്ലിങ്സ് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് മിക്കവർക്കും ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ പിടിക്കുകയോ പിടിക്കില്ലേ, നമ്മുടെ പൈസ പോവോ, പിന്നെ നല്ലോണം കെയറിങ് കൊടുക്കണം. അങ്ങനെ ഇല്ലാത്തവർ നല്ല പൈസയ്ക്ക് വലിയ പോട്ടൊക്കെ വാങ്ങി, അപ്പം പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് നല്ല പൈസയ്ക്ക് വാങ്ങി വെക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. പക്ഷെ ഇതുപോലെ ചെറിയ സീഡ്ലിങ്സ് നമുക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ നെറ്റിൻ്റെ പോട്ടിൽ വാങ്ങിയ 5 അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ആണിത്. അപ്പോൾ 5 എണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 10% കൂടി ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ വാങ്ങിയെടുത്ത 5 അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ആണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഒരെണ്ണം ചെറിയ ജിഫി ബാഗിലും മറ്റത് ചെറിയ നെറ്റിൻ്റെ പോട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ തന്നെ റീപോർട്ട് ചെയ്യാനാണ് അവർ പറയാറ്. പക്ഷെ ഞാൻ ആ ജിഫി ബാഗിലാണെങ്കിൽ അതിൻ്റെ ആ കവറ് മാറ്റിയിട്ടും നെറ്റ് പോട്ടാണെങ്കിൽ നെറ്റ് പോട്ട് മാറ്റിയിട്ടുമാണ് ഞാനത് റീപോർട്ട് ചെയ്യാറ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പോട്ടൊക്കെ വാങ്ങിക്കുന്ന ഒരു പോട്ടിൻ്റെ വിലയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു 5-10 സീഡ്ലിങ്സ് വാങ്ങി നമുക്ക് വെറൈറ്റി നമുക്ക് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയ സീഡ്ലിങ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ പോട്ടിൽ വേണം വയ്ക്കാനായിട്ട്. അധികം വെയിൽ വേണ്ട അഗ്ലോണിമയ്ക്കെന്ന് അറിയാലോ. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഒരു ഷെയ്ഡിൽ തന്നെ വച്ച് വളർത്താം. അധികം വെയിലത്തെ വയ്ക്കേ വേണ്ട, ഷെയ്ഡിൽ. പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒഴിച്ച് വാട്ടറിങ് കൊടുത്താൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നനവുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നനവില്ലെങ്കിൽ കൊടുത്താൽ മതി. നനവുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ വാങ്ങിച്ച ഇതാണ് എൻ്റെ അടുത്തുള്ള മിക്ക അഗ്ലോണിമ പ്ലാന്റ്സും. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. നോക്കിയേ, ഈ പ്ലാന്റ് നോക്കൂ. അപ്പോൾ ഞാൻ അന്ന് ചെറിയ പോട്ടിൽ വെച്ച പ്ലാന്റുകളാണ് കേട്ടോ. ഇപ്പോൾ അത് എനിക്ക് വലിയ പോട്ടിലേക്ക് കുറച്ചും കൂടി വലിയ പോട്ടിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, ആ വച്ചതിനേക്കാളും കൂടുതലായിട്ട് അവർ നന്നായിട്ട് വളർന്നു. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല, ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ പോട്ടി മിക്സും നല്ലോണം വെള്ളം വാർന്നു പോകുന്നതുമായ പോട്ടി മിക്സൊക്കെ തിരഞ്ഞെടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോട്ടിൽ അഗ്ലോണിമ വാങ്ങിക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു 10 സീഡ്ലിങ്സ് എങ്കിലും വാങ്ങി നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് വാങ്ങി നമ്മളൊന്ന് വളർത്തി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്. പിന്നെ അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറച്ചൊന്ന് കെയറിങ് കൊടുക്കണം. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഈ ചെറിയ